മെയിൽ ഐ ഡി യൂസ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം AI ടൂൾസിൽ ദ ക്വിസ് ആൻഡ് വർക്ക്ഷീറ്റ് ജനറേറ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ടൈപ്പ് ഓഫ് ഔട്ട്പുട്ടിൽ നമുക്ക് എന്താണോ വേണ്ടത്, ക്വിസ് ആണോ, വർക്ക്ഷീറ്റ് ആണോ, എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആണോ, അതോ ഹോം അസൈൻമെൻ്റ് ആണോ, എന്താണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഏത് സബ്ജക്റ്റ് ആണോ അത് കൊടുക്കുക. ദെൻ ടോപ്പിക്, അതിനുശേഷം ഏത് ക്ലാസ്സിലേക്കാണോ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആ ക്ലാസ് ഗ്രേഡ് സെലക്ട് ചെയ്യുക. കരിക്കുലം, ദെൻ എത്ര ക്വസ്റ്റ്യൻസ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ദെൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഏത് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണോ നമുക്ക് വേണ്ടത് അതും ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ദെൻ അഡീഷണൽ ഡീറ്റെയിൽസ്, നമുക്ക് ആൻസർ കീ ലാസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനുണ്ട്. ദെൻ ഓരോ ക്വസ്റ്റിനും എത്ര മാർക്കാണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ദെൻ ഇൻസ്ട്രക്ഷൻസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ദെൻ എക്സാം ഡിഫിക്കൽട്ടി ലെവലും ഇവിടെ സെറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ സോഴ്സ് PDF, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് PDF ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ NCERT ക്ലാസ് 9 സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ആ ചാപ്റ്ററാണ് ആഡ് ചെയ്യുന്നത്. ഇത്രയും കൊടുത്തതിന് ശേഷം ഇനി എന്തെങ്കിലും അതർ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ടെങ്കിൽ ഓപ്ഷനാണ്, അത് കൊടുക്കാം. കൊടുത്തതിന് ശേഷം ജനറേറ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ജനറേറ്റഡ് ആയിട്ടുണ്ട്. നമ്മൾ കൊടുത്ത പോലെ തന്നെ MCQs ഉണ്ട്, ദെൻ ഷോർട്ട് ആൻസേഴ്സ് ഉണ്ട്, ട്രൂ ഓർ ഫാൾസ് ഉണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഉണ്ട്, ലാസ്റ്റ് ആൻസർ കീയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റിനും എത്ര മാർക്കാണെന്ന് ഇതുള്ളതും ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ജസ്റ്റ് കഴ്സർ വെക്കുക, അത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വേഡ് ഫയലിൽ ഡൗൺലോഡ് ചെയ്യാം, PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, മൾട്ടിപ്പിൾ ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി ജനറേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, വേറെ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ ഇതായി റിഫൈൻ ഔട്ട്പുട്ടിൽ കൊടുത്താൽ മതി. കുറച്ച് സജഷൻസ് ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്. ദ ഇൻക്രീസ് ഡിഫിക്കൽട്ടി ലെവൽ ബൈ 3 times, അതൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ദെൻ റിഫൈൻ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അക്കോർഡിംഗ്ലി മാറിയിട്ടുണ്ട്. സ്റ്റുഡൻസിന് ഓൺലൈൻ ലൈവ് ക്വിസ് അല്ലെങ്കിൽ പോൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഗെയിം AI ടൂൾ, അതിനുശേഷം ലൈവ് ക്വിസ് ആൻഡ് പോൾ ജനറേറ്റർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ മുൻപ് ചെയ്തതുപോലെ ഈ ഫീൽഡുകളെല്ലാം ഫിൽ ചെയ്തതിന് ശേഷം നമ്മുടെ സോഴ്സ് PDF ആഡ് ചെയ്യുന്നു. ദെൻ ജനറേറ്റ്. ലൈവ് ക്വിസ് ക്വസ്റ്റ്യൻസ് ജനറേറ്റഡ് ആയിട്ടുണ്ട്. ഇതും ക്രോസ് ചെക്ക് ചെയ്ത് എന്തെങ്കിലും എറേഴ്സ് കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യുക. അതിനുശേഷം സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ
ലിങ്ക് ജനറേറ്റ് ആവുന്നതാണ്. ഇത് ജനറേറ്റ് ഷെയറബിൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കോപ്പി ചെയ്ത് നമ്മുടെ സ്റ്റുഡൻസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ക്വിസ് അറ്റംപ്റ്റ് ചെയ്യുന്നൊരു സ്റ്റുഡൻറ്റിന് നെയിം, റോൾ നമ്പർ, ഇത്രയും ഫില്ല് ചെയ്തതിന് ശേഷം ക്വിസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ തന്നെ സ്കോറും ലഭ്യമാകുന്നതാണ്. അതുപോലെ തന്നെ കറക്റ്റ് ആൻസറും എക്സ്പ്ലനേഷനും അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഇനി സ്റ്റുഡൻസ് റെസ്പോൺസ് കാണണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് റെസ്പോൺസ് കാണാനായിട്ട് അതായി വ്യൂ റിസൾട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അറ്റംപ്റ്റ് ചെയ്ത സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ്, മാർക്സ് എന്നിവ ലഭ്യമാകുന്നതാണ്. ഇനി ഇത് സമ്മറിയായിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. മൈ കണ്ടൻറ്റ് സെലക്ട് ചെയ്താൽ നമ്മളിതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ഇവിടെ നിന്ന് വ്യൂ ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ടീച്ച് ബെറ്റർ എയുടെ മറ്റ് ഫീച്ചേഴ്സ് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഒരു ചാപ്റ്റർ ഷെഡ്യൂൾ ചെയ്ത് പഠിപ്പിച്ച് തീർക്കാനായിട്ട് ഈ ലെസൺ പ്ലാനർ എന്ന ഫീച്ചർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് പേഴ്സണലൈസ് റിപ്പോർട്ട് ജനറേറ്റർ എന്ന ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ഇവൻറ്റ് പ്ലാനർ എന്ന ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് PT മീറ്റിംഗ് പോലുള്ള ഇവൻറ്റ്സുകൾ കോർഡിനേറ്റ് ചെയ്യാനും ഷെഡ്യൂൾ ചെയ്യാനും പേരൻസിനും ഇൻവിറ്റേഷൻ കാർഡ് അയക്കാനൊക്കെ സാധിക്കുന്നതാണ്. അതെല്ലാം മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഈ 14 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെയും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.